വെറ്ററിനറി സർവകലാശാല പുതിയ വൈസ് ചാൻസലർ രാജി നൽകിയിരിക്കുകയാണ്. ഡോക്ടർ പി.സി. ശശീന്ദ്രനാണ് ഗവർണർക്ക് രാജി നൽകിയത്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിവെക്കുന്നതെന്നാണ് ഗവർണർക്ക് നൽകിയ കത്തിൽ വി.സി. വിശദീകരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ വി.സി. എം.ആർ. ശശീന്ദ്രനാഥിനെ മാറ്റിയ ശേഷമാണ് ശശീന്ദ്രന് ചുമതല നൽകിയത്. വെറ്ററിനറി സർവകലാശാലയിൽ റിട്ടയർഡ് അധ്യാപകനാണ് ഇദ്ദേഹം. നേരത്തെ ഈ ഗവർണർ ഇദ്ദേഹത്തിന് പുതുതായി ചുമതല നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ ആരോപണങ്ങളെല്ലാം നിലനിന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് പുതിയതായി ഗവർണർ ഇദ്ദേഹത്തിന് ചുമതല നൽകിയത്. ഏതായാലും ഇപ്പോൾ ഈ രാജിക്ക് ഇടയാക്കിയിട്ടുള്ള സംഭവം എന്ന് നമുക്ക് കരുതുന്നത് ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 34 വിദ്യാർത്ഥികൾ, ആ സമയത്ത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു മറ്റുമുള്ള വിദ്യാർത്ഥികളിൽ ചിലർ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തുകയും സർവകലാശാല തന്നെ ഈ സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവർ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തുകയും അവരെ തിരിച്ചെടുക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് സർവകലാശാല മുന്നോട്ട് പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരെ ഒരു രാഷ്ട്രീയ ഒരു സമ്മർദ്ദം ഇദ്ദേഹത്തിന് മേൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ രാജി എന്നാണ് വിശദീകരണത്തിൽ വ്യക്തിപരമായ കാരണങ്ങളെന്ന് പറയുമ്പോഴും ഇതിന് പിന്നിലുള്ളതായി കരുതുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ രാജിക്കത്ത് ഗവർണറുടെ മുമ്പിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അടുത്തു തന്നെ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് നേരത്തെ ഗവർണർ കത്ത് നൽകിയിരുന്നു. ഹൈക്കോടതിയുടെ മറുപടി അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മിറ്റി നീക്കുമെന്നെല്ലാം ഗവർണർ ആ ഘട്ടത്തിൽ അറിയിച്ചിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ രാജി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, അനൂപ് കെ ആർ ആണ് വിവരങ്ങൾ നൽകിയത്.